Audio Jungle. Audio Jungle. ഹായ്, ഞാൻ ഇന്നൊരു 4 മണി പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. മുട്ട വെച്ചിട്ടില്ലേ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കൽ നോക്കാം നമുക്ക്. അപ്പോൾ വീഡിയോ ഒന്ന് ഞാൻ ഒറ്റക്കാന്ന് എടുക്കുന്നത് കേട്ടോ. ക്യാമറയിൽ ഞാൻ തന്നെ പിടിക്കണം. ദേവുട്ടൻ സ്കൂളിൽ നിന്ന് വന്നു, അവന് നല്ല തലവേദനയുണ്ട്. അപ്പോൾ ഞാൻ തന്നെയാണ് വീഡിയോ തനിച്ചെടുക്കുന്നത്. നാളെ സ്കൂളിലാണ്. നാളെ ഒരു ശർക്കര വരട്ടി വരും, എന്തായാലും വരും. അപ്പൊ അത് ഞാൻ എടുക്കാം. ഇപ്പൊ കഴിയുന്നില്ല. നാളെ സ്കൂളില്ല. നാളെ ഒരു ശർക്കര വരട്ടി അമ്മ ഉണ്ടാക്കുന്നുണ്ട്. അത് ഞാൻ ക്യാമറ പിടിക്കാന്ന് പറഞ്ഞു. ഇപ്പോൾ അവന് കഴിയുന്നില്ലാന്ന്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എത്ര ക്ലിയർ ആവുമെന്ന് അറിയില്ല. എന്നാൽ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്. 4 മുട്ടയുണ്ട്. കാരണം ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അത്രയുള്ള ആൾക്കാരില്ല. അപ്പം നിങ്ങളുടെ വെറുതെ വീണ്ട. അപ്പം ഞാൻ അതിനാവശ്യമുള്ള മുട്ടയെല്ലാം ഞാൻ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഒരു 4 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങും പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് മുട്ട നിങ്ങളെ വീട്ടിലെ മെമ്പേഴ്സിൻ്റെ അളവനുസരിച്ചിട്ട് നിങ്ങൾക്ക് മുട്ട കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം. നമുക്ക് ഇവിടെ ആൾ കുറവാണ്. 3 ആളേ ഇല്ലാണ്ട് ഞാൻ കുറച്ച് എടുത്തിട്ടു കേട്ടോ. അപ്പോൾ അതുപോലെ നിങ്ങളെ വീട്ടിലെ ആൾക്കാരുടെ അളവനുസരിച്ചിട്ട് ഇന്ന് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എടുത്ത സാധനങ്ങൾ നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഞാൻ പുഴുങ്ങിയെടുത്ത ഉരുളക്കിഴങ്ങ്, വലിയൊരു ഉരുളക്കിഴങ്ങ് എടുത്തതാണ് കേട്ടോ. 4 മുട്ട, പിന്നെ മല്ലിയിലയുണ്ട്, സവാള. മല്ലിയില ആവശ്യത്തിന് എടുത്താൽ മതി. ഒരു വലിയൊരു സവാള, പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ 2 ഇതള് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഇപ്പം ഞാൻ കുറച്ചേ എടുത്തിട്ടു. വെച്ചാൽ ദേവൂട്ടനെ ഇടയ്ക്ക് ഇഞ്ചി കടിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഇഞ്ചി ഞാൻ കുറച്ച് എടുത്തിട്ട്, നിങ്ങൾക്ക് കൂടുതൽ ഇഞ്ചി ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഉപയോഗിക്കാം കേട്ടോ. അതുപോലെ കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. മുളക് പൊടി 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. മല്ലി 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഗരം മസാല അത് ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടു. പിന്നെ ഉപ്പ് ആവശ്യത്തിന്. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങളൊന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. ഞാനിത് ഉടച്ചെടുക്കട്ടെ. ഞാൻ പറഞ്ഞോളൂ, ദേവുട്ടൻ അവിടെ തലവേദന കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ക്യാമറ പിടിക്കലും ഉടക്കലും രണ്ടും നടക്കുന്നില്ല. ഞാൻ നിങ്ങൾക്ക് ഉടച്ചതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. എല്ലാം ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ.
ദേവട്ടാ ഇതൊക്കെ എനിക്ക് റെഡിയായെങ്കിലും ഇങ്ങോട്ടേക്ക് വാട്ടാ ക്യാമറ പിടിക്കാൻ. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങിലേക്ക് നമുക്ക് ഇതെല്ലാം ഇട്ട് ഇൻഗ്രീഡിയൻസിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, മല്ലിയില, സവാള ഇട്ടു. എണ്ണയിലേക്ക് നമുക്ക് ഈ മസാലയിൽ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കാം. ഇതാട്ടാ മസാല എല്ലാം ഞാൻ മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് വേണ്ട ബാറ്റർ തയ്യാറാക്കാം. വേണ്ടിയാ ഞാനൊരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. കുറച്ച് അപ്പക്കാരം ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരം വേണ്ടാന്നെല്ലാവർക്കും അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഉപ്പിടുന്നുണ്ട് കുറച്ച്. ഈ മസാലയിൽ ഉപ്പെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഇട്ടാൽ മതി കേട്ടോ. നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ട് ഇടുക. എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച്. വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് കളറിന് വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് നമുക്ക് മിക്സ് ആക്കി എടുക്കാം. മുട്ടയിൽ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ മസാലയെല്ലാം നിറച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മാവിൽ മുക്കിയിട്ട് എണ്ണയിലിടാം. നമുക്ക് എണ്ണയിലിടാം കേട്ടോ. മൂന്നെണ്ണം വെച്ച് കൊടുക്കുക. അതിൽ കൂടുതൽ പോവില്ല. ഇനി നമുക്കിതുപോലെ എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അടുത്തത് നമുക്കിതുപോലെ ചുട്ടെടുക്കാം കേട്ടോ. എല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു പാത്രത്തിലോട്ട് മാറ്റാം. എല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്.